നമ്മൾ കണ്ടിട്ടില്ലേ പല റീലുകളും അല്ലെ, ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം കട്ട് ചെയ്തിട്ട് അതേപോലെ അനുകരിച്ചുകൊണ്ട്, ഒന്നെങ്കിൽ ശബ്ദത്തിലുള്ള അനുകരണമായിരിക്കും, അല്ലെങ്കിൽ ശൈലിയിലുള്ള അനുകരണമായിരിക്കും, അല്ലെങ്കിൽ വിഷയത്തിലുള്ള അനുകരണമായിരിക്കും, ഏതെങ്കിലും ഒരു രീതിയിൽ അനുകരിച്ചിട്ട് ആളുകളുടെ ഭാഗത്ത് നിന്ന് ലൈക്ക് കിട്ടുന്നതിന് വേണ്ടി റീലായിട്ട് അവതരിപ്പിക്കുന്നവർ നമ്മളെല്ലാം കണ്ടിട്ടുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം അവർ പറയുന്നത് ഖുർആനാണ്, അവർ പറയുന്നത് ഹദീസാണ്. ആ ഖുർആനിനെയും ഹദീസിനെയും കോമാളിത്തരം കെട്ടിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നാം അറിയാതെ ചിലപ്പോൾ നമ്മിൽ നിന്ന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അവഹേളിച്ചതിന്റെ പേരിൽ നാം അറിയാതെ ദീനിൽ നിന്ന് പുറത്തു പോവാൻ സാധ്യതയുള്ള വിഷയങ്ങളാൽ, മുർത്തദ്ദാവാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കൂടിയാണ് ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തെ പരിഹസിക്കുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള റീലുകൾ ഒരുപാടുണ്ട്. ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കഴിയുന്ന ആളുകൾ ആരെങ്കിലും ആയിരിക്കും, തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ ശൈലി അതേപോലെ അനുകരിച്ചിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഗുരുതരമായ അപകടമാണ്. കാരണം അള്ളാഹു ആദരിച്ച പണ്ഡിതന്മാരെ നാം ഒരിക്കലും അപഹസിച്ചുകൂടാ. അവരെ ധിക്കരിക്കുന്ന രീതിയിലോ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ പ്രവർത്തനങ്ങളോ ആ രീതിയിലുള്ള വാക്കുകളോ നമ്മുടെ ഭാഗത്ത് നിന്നൊരിക്കലും വന്നുകൂടാ. അപ്പൊ നമ്മൾ പറയും അവര് തെറ്റ് ചെയ്യുന്നവരല്ലേ, അവരിൽ നിന്നുണ്ടായ വീഴ്ചകളെയും പാളിച്ചകളെയുമല്ലേ ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. പണ്ഡിതന്മാരിൽ നിന്ന് തെറ്റുപറ്റാം, ഒരിക്കലും പണ്ഡിതന്മാർ പ്രവാചകന്മാരല്ല. തെറ്റുപറ്റാത്തവരായി ലോകത്തൊരൊറ്റ വിഭാഗമേ ഉള്ളൂ, അത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരല്ലാത്തവരെല്ലാവരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാം, ആലിമീങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിക്കാം. പക്ഷേ ആ തെറ്റ് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതിന്റെ പേരിൽ ആ തെറ്റ് മാത്രം, അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയോ ഈ രീതിയിലുള്ള റീലുകൾ എടുക്കുന്നവർ അവരുടെ വിശ്വാസം അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന് ഭയപ്പെട്ടുകൊള്ളട്ടെ. അല്ലാഹു തആല പറഞ്ഞു, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. നിങ്ങളിൽ നിന്നും ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാതിരിക്കട്ടെ. അല്ലാഹു പറയുകയാണ്, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാതിരിക്കട്ടെ. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെയും പരിഹസിക്കാതിരിക്കട്ടെ. കാരണം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ചിലപ്പോൾ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമർ പരിഹസിക്കപ്പെടുന്നവരാകാം. നമ്മൾ ആരെയാണോ കളിയാക്കുന്നത് അവരായിരിക്കാം ചിലപ്പോൾ നമ്മളെക്കാൾ നല്ലവർ, നമ്മൾ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിഹാസം എന്ന് പറയുന്നത് സാധാരണക്കാരെ പോലും സാധാരണ വിശ്വാസികളെ പോലും കളിയാക്കാനോ പരിഹസിക്കാനോ ഉള്ള അനുവാദം നമുക്ക് നൽകപ്പെട്ടിട്ടില്ലെന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഈ സമുദായത്തിൽ ഉന്നതന്മാരായ ആലിമീങ്ങളെ നമുക്ക് കളിയാക്കാൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹു അവരെ ബഹുമാനിച്ചു, അവരെ നമ്മൾ